ആ അതെ, ആ സർക്കസുകാരൻ നിന്നെ ചെരുപ്പുണ്ടാക്കുന്ന കമ്പനിക്ക് വിൽക്കുവാനാ ഉദ്ദേശിക്കുന്നത്. അവർ നിന്നെ കൊന്ന് നിന്റെ തോലെടുക്കും. എന്താ? അതെ, പക്ഷെ നീ എന്റെ ചങ്ങാതിയല്ലേ, നിന്നെ കൊല്ലാനായി ഞാൻ വിട്ടുകൊടുക്കില്ല. അതുകൊണ്ടാ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇത് കേട്ട് പിങ്കുവാനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ വേട്ടക്കാരന്റെ അരികിലെത്തി തന്റെ തുമ്പിക്കൈ കൊണ്ട് ഉരസി. പക്ഷെ കൂട്ടുകാരാ, ഇതും ഒരു കാടല്ലേ? ഇവിടെയും ഞാൻ ഒറ്റപ്പെടും, അവിടുത്തെ പോലെ തന്നെ. ഇല്ലില്ല, ഇവിടെ ഒരുപാട് ആനകളുണ്ട്. ഇവിടെ നിനക്ക് ഒരു നല്ല കുടുംബവും ലഭിക്കും. ഞാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ കരഞ്ഞു പോകും. പിങ്കു, ഞാൻ എല്ലാ ആഴ്ചയും പുലർച്ചെ ഇതേ സ്ഥലത്ത് നിന്നെ കാണാനായി വരാം. നീ ഇനി സ്വതന്ത്രനാണ് കേട്ടോ. ഇത്രയും പറഞ്ഞ് വേട്ടക്കാരൻ അവിടെ നിന്നും പോയി. പിങ്കുവാന പുതിയ കാടിനുള്ളിലേക്ക് നടന്നു.